ഹോർമുസ് കടലിൽ വീണ്ടും ഇറാന്റെ സൈനിക പ്രകടനം. സൈനിക അഭ്യാസങ്ങൾ 24 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന തരത്തിൽ ഹോർമുസ് കടലിന്റെ വ്യത്യസ്ത മേഖലയിൽ കാണപ്പെട്ടു എന്നുള്ളതാണ് ചില പടിഞ്ഞാറൻ മീഡിയകൾ റിപ്പോർട്ട് ചെയ്തത്. ഈ കാര്യം ഇറാൻ സ്ഥിരീകരിക്കുകയോ അല്ലെങ്കിൽ അംഗീകരിക്കുകയോ രണ്ടും ചെയ്തിട്ടില്ല. പ്രക്ഷോഭത്തോടനുബന്ധിച്ച് ഇറാന്റെ അകത്തുണ്ടായിരുന്ന പ്രക്ഷോഭത്തോടനുബന്ധിച്ച് ഹോർമുസ് കടലിന്റെ പല മേഖലകളിലും ഇറാൻ ഇത്തരം ഈ സൈനിക അഭ്യാസവും സൈനിക പ്രകടനങ്ങളും നടത്തിയിട്ടുണ്ട് എന്ന് സ്ഥിരീകരിക്കപ്പെട്ടതാണ്. എന്നാൽ അത് കഴിഞ്ഞതിന് ശേഷവും ഇറാനെ സംബന്ധിച്ചിടത്തോളം കടൽ കേന്ദ്രീകൃതമായിരിക്കുന്ന പ്രാക്ടിക്കൽ സൈനികർക്ക് നൽകുന്നുണ്ട് എന്നുള്ള വിവരമാണ് മീഡിയകൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. പടിഞ്ഞാറ് മീഡിയയിലാണ് ഇത് ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത്. പിന്നീട് മറ്റുള്ള മീഡിയകൾ ഇത് ഏറ്റെടുത്തുകൊണ്ട് ഇത് യാഥാർത്ഥ്യമാണ് എന്ന തരത്തിൽ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ഹോർമുസ് കടലിടുക്കിൻ്റെ സർവ്വ മേഖലയിലും ശക്തമായിരിക്കുന്ന സൈനിക പ്രാക്ടിക്കൽ നടത്തുകയും അതോടൊപ്പം തന്നെ അമേരിക്കയെ നിരീക്ഷണത്തിന് വിധേയമാക്കുകയും ചെയ്യുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് എന്നുള്ളതാണ് ഇറാൻ്റെ സൈനിക മേധാവിയുടെ തലവൻ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചത്. അദ്ദേഹം പറയുന്ന കാര്യം ഇങ്ങനെയാണ്: തങ്ങളെ ആക്രമിക്കാൻ തുനിയുന്ന ഏതൊരു വിഭാഗത്തിനും അതേ നാണയത്തിൽ ശക്തമായിരിക്കുന്ന തിരിച്ചടി നൽകുക എന്നുള്ളത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായിരിക്കുന്ന കാര്യമാണ്. അതിൻ്റെ എല്ലാ സംവിധാന കാര്യങ്ങളും തങ്ങൾ ചെയ്തിരിക്കുന്നു എന്നുള്ളതും ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള പ്രതികരണം കൂടിയാണ് അയാളുടെ ഭാഗത്തുനിന്ന് യഥാർത്ഥത്തിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിൻ്റെ കാര്യം മെഡിറ്ററേനിയൻ കടൽ തീരം ചേർന്നുകൊണ്ട് അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾ വരികയും ഡ്രോൺ നിരീക്ഷണങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. ഉദൈദ ബേസ്, അമേരിക്കയുടെ ഏറ്റവും വലിയ മിഡിൽ ഈസ്റ്റിലെ ബേസാണ് ഉദൈദ ബേസ്. ഈ ഉദൈദ ബേസ് കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ ഇപ്പോൾ അവിടെ നടത്തുന്നുണ്ട്. ഇതെല്ലാം ലക്ഷ്യം വെക്കുന്നത് ഇറാനെ തന്നെയാണ്. കാരണം മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഈ മേഖലയിൽ അമേരിക്കക്ക് ഒരു നിയന്ത്രണം കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് അറേബ്യൻ രാജ്യങ്ങൾ, മൂന്നാം ലോക രാജ്യങ്ങൾ, ആഫ്രിക്കയുടെ ഈ ദരിദ്ര രാജ്യങ്ങൾ എല്ലാം അമേരിക്ക കീഴ്പ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടാവും. ഏറ്റവും ശക്തമായ രീതിയിൽ അമേരിക്കയുടെ നിലപാടിനെ പ്രതിരോധിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഭൂമിയിൽ ഒരു ഇറാൻ മാത്രമാണ്. റഷ്യ പോലും തങ്ങൾ യുദ്ധത്തിന് തയ്യാറാണ് അമേരിക്കയോട് എന്നിതുവരെ പറഞ്ഞിട്ടില്ല. ചൈനയും പറഞ്ഞിട്ടില്ല. ചൈനയുടെയോ റഷ്യയുടെയോ പകുതി പോലും ആയുധങ്ങളില്ലാത്ത, സംവിധാനങ്ങളില്ലാത്ത ഇറാൻ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തങ്ങൾ ഇസ്രായേലുമായിട്ടും അമേരിക്കയുമായിട്ടും യുദ്ധത്തിന് തയ്യാറാണ് എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ കൈവശത്തിലുള്ള ആയുധങ്ങളുടെ തോതും ശക്തിയും എത്രത്തോളം ഉണ്ട് എന്ന് യഥാർത്ഥത്തിൽ ഇപ്പോഴും അമേരിക്കക്ക് അറിയില്ല എന്നുള്ളത് ഭയപ്പാടുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. അമേരിക്കയുടെ സൈനിക മേധാവികൾക്ക് നേരെ തങ്ങൾ ശക്തമായിരിക്കുന്ന ആക്രമണം നടത്തുമെന്നുള്ള ഇറാന്റെ മുന്നറിയിപ്പിന്റെ ഭാഗമായിട്ടാണ് അവരെ ഉദൈദ തുറമുഖത്ത് നിന്ന് ഖത്തറിലെ സ്റ്റാർ ഹോട്ടലിലേക്ക് അവരെ മാറ്റിയത്. ആ മാറ്റിയ സ്റ്റാർ ഹോട്ടലിൻ്റെ രഹസ്യമായിരിക്കുന്ന വിവരവും യഥാർത്ഥത്തിൽ ഇറാൻ്റെ കൈവശത്തിൽ കിട്ടി എന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. അത് റഷ്യയുടെ സാറ്റലൈറ്റ് ചിത്രങ്ങളാണ് ആ കാര്യങ്ങൾ ഒപ്പിയെടുത്തുകൊണ്ട് ഇറാന് നൽകിയത്. അതോടുകൂടി അവരെ അമേരിക്ക ഒളിപ്പിച്ചു വെച്ച മേഖലയുടെ രഹസ്യങ്ങൾ പരസ്യമാക്കുകയും ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് തങ്ങൾ ആക്രമണ പരമ്പര തന്നെ ഉണ്ടാക്കുകയും ഒരു സൈനിക മേധാവി പോലും രക്ഷപ്പെടാൻ പറ്റാത്ത വിധം വലയം സൃഷ്ടിക്കുകയും ചെയ്യും എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അന്ന് ഇറാൻ പറഞ്ഞത്. ഇത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ രീതിയിലുള്ള ഞെട്ടലുണ്ടാക്കിയിരിക്കുന്ന കാര്യമാണ്. കാര്യം അവർ പറയുന്നത് ഇങ്ങനെയാണ്: അതീവ രഹസ്യമായ രീതിയിലാണ് ഇത്തരം പ്രവർത്തന കാര്യങ്ങളൊക്കെ തങ്ങൾ ചെയ്തത്. അതുപോലും ചോർന്നു പോയിരിക്കുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ ഈ മേഖല നിരീക്ഷിക്കാനും നിയന്ത്രിക്കാനും യഥാർത്ഥത്തിൽ റഷ്യയുടെ സാറ്റലൈറ്റ് അമേരിക്കയുടെ സാറ്റലൈറ്റിനേക്കാളും പവർ ഉള്ളതാണ് എന്ന് യഥാർത്ഥത്തിൽ ലോകം തിരിച്ചറിഞ്ഞ ഒരു നിമിഷം കൂടിയാണിത്. അപ്പോൾ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യ കാര്യങ്ങൾ എന്ന് പറയുന്നത് അറേബ്യൻ രാജ്യങ്ങളുടെ സഹായങ്ങൾ അല്ലെങ്കിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഇസ്രായേലുമായിട്ടുണ്ടോ എന്നുള്ളതാണ്. ആകാശപാത ആരൊക്കെ നിയന്ത്രിച്ചിട്ടുണ്ട്? ഇസ്രായേലിൻ്റെ ഈ വിമാനങ്ങൾ അറേബ്യൻ രാജ്യങ്ങളുടെ ആകാശത്തേക്ക് കയറിയാൽ ഏതൊക്കെ രാജ്യങ്ങൾ വെടിവെക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ വിവരണം നൽകണം എന്നുള്ളതാണ്. ഇതിന് മുൻപ് ഇറാൻ്റെ പ്രസിഡന്റായിരുന്ന ഇബ്രാഹിം റൈസി പറഞ്ഞിരിക്കുന്ന പ്രധാനമായിരിക്കുന്ന കാര്യങ്ങളിൽ ഒന്ന്, നിങ്ങളുടെ രാജ്യത്തുള്ള അമേരിക്കയുടെ എയർ ബേസുകൾ, സൈനിക ബേസുകൾ അത് ഘട്ടം ഘട്ടമായിട്ട് അടച്ചുപൂട്ടണം. സൈനികരുടെ എണ്ണം കുറച്ചുകൊണ്ട് ബേസ് പൂട്ടുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് വളരെ അടിയന്തരമായി നിങ്ങൾ നീങ്ങണം. കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് തന്നെ ഒരു പക്ഷേ നിങ്ങൾ ആക്രമിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണ് അയാൾ പറഞ്ഞു വെക്കുന്നത്.
അതിൻ്റെ ഒരു ഉദാഹരണം തന്നെയാണ് യഥാർത്ഥത്തിൽ ഖത്തറിന് നേരെയുള്ള ഇസ്രായേലിൻ്റെ ആക്രമണം. ഖത്തറിന് നേരെ നടത്തിയിരിക്കുന്ന ഇസ്രായേലിൻ്റെ ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോഴും അതിൻ്റെ പൂർണ്ണമായിരിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. ഖത്തറിൽ നിന്നാണ് ആക്രമിച്ചത് എന്ന് ഇസ്രായേൽ പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഖത്തറിൽ തന്നെയുള്ള അമേരിക്കയുടെ സൈനിക ബേസ് ഉപയോഗിച്ചുകൊണ്ടാണ് ആക്രമണം നടത്തിയത് എന്നുള്ളതാണ് ഏറെക്കുറെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതിന് രഹസ്യമായിരിക്കുന്ന കാര്യങ്ങളെല്ലാം തുർക്കി ചോർത്തിയത് കൊണ്ടാണ് വലിയ രീതിയിലുള്ള അപകട മരണങ്ങളില്ലാതെ ആ വിഷയങ്ങൾ അവസാനിച്ചത് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇപ്പോഴത്തെ സ്ഥിതി കാര്യങ്ങൾ പറയുന്ന സമയത്ത് ഖത്തറിനെ മാത്രമാണ് ഇസ്രായേൽ ആക്രമിച്ചത്. അപ്പോൾ ഖത്തറിനെ ആക്രമിക്കണമെങ്കിൽ ഖത്തർ മാത്രമായിരിക്കണം പാലസ്തീൻ വിഷയത്തിൽ വളരെ ഗൗരവത്തോടു കൂടി ഇടപെടുന്നത്. ഇതിനു മുൻപും ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ഇസ്രായേൽ തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ്: തങ്ങളുടെ വിഷയത്തിൽ, അതായത് മധ്യസ്ഥ വിഷയത്തിന് പല ഘട്ടങ്ങളിലും തങ്ങൾ ചർച്ച ചെയ്ത സമയത്ത് ഫലസ്തീന് അനുകൂലമായിരിക്കുന്നത്, അതായത് ഹമാസിന് അനുകൂലമായിരിക്കുന്ന നിലപാടാണ് എടുക്കാറുള്ളത്. ഇസ്രായേലിന് അനുകൂലമായിരിക്കുന്ന നിലപാടോ അല്ലെങ്കിൽ മധ്യസ്ഥ നിലപാടോ പല അവസരത്തിലും ഖത്തറിൽ നിന്ന് പുറത്തു വരാറില്ല. അതുകൊണ്ട് അവരുടെ സൈനികരെ ഗസയിൽ നിയമിക്കുക എന്ന് പറയുന്നത് ഹമാസിനോട് കാരുണ്യം കാണിക്കാൻ അല്ലെങ്കിൽ ഹമാസിൻ്റെ വിഷയത്തിലൊക്കെ വലിയ രീതിയിലുള്ള സഹായങ്ങൾ നൽകാൻ മാത്രമേ ഉപകരിക്കൂ എന്ന യഥാർത്ഥത്തിൽ അവർ പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അറേബ്യൻ രാജ്യങ്ങൾ രഹസ്യമായിട്ട് സഹായിക്കുന്നുണ്ടോ എന്നൊരു സംശയത്തിനുള്ള മറുപടിയായിട്ട് മസൂദ് പെസഷ്കിയാൻ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സുദീർഘമായിട്ട് തന്നെ സംസാരിച്ചുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്: യഥാർത്ഥത്തിൽ ഞങ്ങൾ സംശയിക്കുന്നത് അറബ് രാജ്യങ്ങൾ ആരൊക്കെയോ അവരെ ആക്രമിക്കാനോ അല്ലെങ്കിൽ അവരെ ആക്രമിക്കാനോ അവരെ സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ സഹായം അവർക്ക് ഭാവിയിൽ കിട്ടുമെന്ന് ഉറപ്പായതിൻ്റെ അടിസ്ഥാനത്തിലാണ് പല ഘട്ടങ്ങളിലും വളരെ ധൈര്യപൂർവ്വം ഇസ്രായേൽ ഇടപെടുന്നത്. ഇപ്പോൾ നോക്കൂ, ഇസ്രായേലും പാലസ്തീനും തമ്മിൽ വിഷയം ഉണ്ടായിട്ട് 2023 ഒക്ടോബർ 7 ഈ ആക്രമണം ഹമാസിൻ്റെ ഭാഗത്തുനിന്ന് ആരംഭിച്ചത്. ഇപ്പം 3ാമത്തെ വർഷത്തിലേക്ക് എത്തി നിൽക്കുന്ന സമയത്തും യഥാർത്ഥ പ്രശ്നം പരിഹാരമുണ്ടായിട്ടില്ല. കൃത്യമായ രീതിയിൽ ഹമാസിനെ സഹായിക്കുന്നത് അല്ലെ പാലസ്തീനെ സഹായിക്കുന്ന രാജ്യങ്ങൾ ഏതാണ് എന്നുള്ളത് ചോദിച്ചാൽ അതിലെവിടെയും സൈനികപരമായി സഹായിക്കുന്നതിൽ അറബ് രാജ്യങ്ങളുടെ പേര് പറയാനില്ല എന്നുള്ളതാണ്. സഹായിക്കുന്നുണ്ടെങ്കിൽ അത് ലെബനാൻ ആണെങ്കിൽ ഷിയ വിഭാഗത്തിൻ്റെ സഹായമാണ്. പിന്നീടുള്ളത് യമനാണെങ്കിൽ അവിടുത്തെ ഷിയ മലേഷ്യയുടെ സഹായമാണ്. ഇറാനാണ്, അത് ഇറാൻ എന്ന് പറഞ്ഞാൽ ഷിയ വിഭാഗമാണ്. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് ഈ ഇറാഖാണ്. ഇറാഖിലും ഷിയ മിലീഷ്യ വിഭാഗമാണ്. പിന്നെയുള്ള സിറിയയിലും അങ്ങനെ തന്നെയാണ്. അഥവാ 30 ചില്ലാനും മുസ്ലിം സുന്നി രാജ്യങ്ങൾ ലോകത്തുണ്ടായിട്ട് ഒരു രാജ്യം പോലും യഥാർത്ഥത്തിൽ ഇവരെ സഹായിക്കുന്നില്ല എന്നുള്ളത് പരസ്യമായ രീതിയിലുള്ള സഹായമാണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഷിയ വിഭാഗം ഇവരെ പൂർണ്ണമായിട്ട് സഹായിക്കുന്നുണ്ട് എന്നുള്ളത് നിസ്സാരമായിരിക്കുന്ന ഒരു കാര്യമായിട്ടല്ല ലോകം വിലയിരുത്തുന്നത്. അപ്പോൾ ഇവിടുത്തെ യഥാർത്ഥ സ്ഥിതി കാര്യങ്ങൾ എന്ന് പറയുന്നത് 100% ഇറാനെ പോലെ കൃത്യവും ശക്തവും വ്യക്തവുമായിരിക്കുന്ന നിലപാട് പറയാൻ വേണ്ടിയിട്ട് അറേബ്യൻ രാജ്യങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങൾ പാലസ്തീൻ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ പരിഹരിക്കാൻ മണിക്കൂറുകൾ മതി എന്നുള്ളൊരു യാഥാർത്ഥ്യം നിലനിൽക്കുകയാണ്. അത് പല ഘട്ടങ്ങളിലും ഇറാൻ അത് തുറന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. ഇറാൻ്റെ വഴിയാണ് യഥാർത്ഥത്തിൽ ഈ വിഷയവും കാര്യങ്ങളും നീങ്ങിപ്പോകുന്നത് എന്നുള്ള ഒരു യാഥാർത്ഥ്യം ഇവിടെ നിലനിൽക്കുന്നു എന്നാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.